ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ഇൻ എ ഗ്രോവ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. റിനോസുഗെ അക്കുതഗാവ എന്ന ജപ്പാനീസ് റൈറ്ററുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ഈ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ടെസ്റ്റിമോണി ഓഫ് ദ വുഡ് കട്ടർ. The story is narrated through the testimonies of different characters about a murder. ഈ സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മേർഡറിനെ കുറിച്ചിട്ട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ടെസ്റ്റിമോണീസ് ആണ്. ഒരു പോലീസ് ഹൈ കമ്മീഷണറുടെ അടുത്ത് ഓരോ ക്യാരക്ടേഴ്സ് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഈ പോലീസുകാരുടെ ചോദ്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. ഈ ക്യാരക്ടേഴ്സിൻ്റെ മോണോലോഗായിട്ടാണ് ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. The story opens with the testimony of a woodcutter who discovered the body of a murdered samurai in a grove. ഈ കഥ ആരംഭിക്കുന്നത് ഒരു വുഡ്കട്ടറുടെ, ഒരു മരം വെട്ടുകാരൻ്റെ ടെസ്റ്റിമോണിയോട് കൂടിയിട്ടാണ്. അയാൾ പറയുന്നത് അയാളാണ് ഈ ഡെഡ് ബോഡി ആദ്യമായിട്ട് കണ്ടത് ഒരു ഗ്രോവിൽ, അതായത് ഒരു കാടിനകത്ത് വെച്ചിട്ടാണ് ഇയാൾ ഈ ഡെഡ് ബോഡി കാണുന്നത്. ഒരു സാമുറായിയുടേതാണ് ഈ ഡെഡ് ബോഡി എന്നാണ് അയാൾ പറയുന്നത്. He recounts finding the body and a rope and comb nearby. There were signs of a struggle and dried up blood. ഇനി ഇദ്ദേഹം പറയുന്നത് അവിടെ സൈൻസ് ഓഫ് സ്ട്രഗിൾ, അതായത് ഈ പുല്ലൊക്കെ ഇങ്ങനെ ചവിട്ടി മരിച്ചതുപോലുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ സ്ട്രഗിൾ നടന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ബ്ലഡൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന ആളാണെങ്കിൽ വാളുകൊണ്ടുള്ള വെട്ടേറ്റിട്ടാണ് കിടക്കുന്നത്. അവിടെ ഒരു കയറ് കിടക്കുന്നുണ്ടായിരുന്നു, ഒരു ചീപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. ടെസ്റ്റിമോണി ഓഫ് ദ ട്രാവലിംഗ് പ്രീസ്റ്റ്. അടുത്തതായിട്ട് വരുന്നത് ഒരു ബുദ്ധിസ്റ്റ് പ്രീസ്റ്റാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇവരെ കണ്ടു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ദ പ്രീസ്റ്റ് പ്രൊവൈഡ്സ് ഹിസ് അക്കൗണ്ട് ഓഫ് മീറ്റിംഗ് ദ മേർഡേഡ് സാമുറായി ആൻഡ് ഹിസ് വൈഫ് ബിഫോർ ദി ഇൻസിഡൻറ്റ്. ഈ ഇൻസിഡൻറ്റിന് മുമ്പ് ഈ വഴിയിലൂടെ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ആളും അയാളുടെ വൈഫും കടന്നു പോകുന്നത് കണ്ടു എന്നാണ് ഈ ബുദ്ധിസ്റ്റ് പറയുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ദ ലേഡി വാസ് ഓൺ ഹോഴ്സ് ബാക്ക് ആൻഡ് ദ മാൻ വാസ് ക്യാരിങ് എ സോഡ് അലോങ് വിത്ത് എ ബോ ആൻഡ് ആരോസ്. ഇനി ഈ വൈഫ് കുതിരപ്പുറത്താണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഈ സാമുറായി ആണെങ്കിൽ അയാളുടെ കയ്യിൽ വാളുണ്ടായിരുന്നു, കൂടാതെ അമ്പും വില്ലും എല്ലാം അയാളുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഈ പ്രീസ്റ്റ് പറയുന്നത്. ഹി ദെൻ ടോക്സ് അബൌട്ട് ദ ട്രാൻസിയൻസ് ഓഫ് ലൈഫ് ആൻഡ് ഓഫേഴ്സ് ഹിസ് സിമ്പതി. പിന്നീട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അദ്ദേഹം കൊടുക്കുന്നില്ല. കാരണം ഒരു ബുദ്ധിസ്റ്റ് പ്രീസ്റ്റ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇങ്ങനെ സ്ത്രീകളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ വഴിയാത്രക്കാരുടെ ഡീറ്റെയിൽസോ ഒന്നും ആൾ നോക്കാറില്ല എന്നാണ് പറയുന്നത്. ഈ മരിച്ചു പോയിട്ടുള്ള ആളെ കുറിച്ചിട്ട് ആൾ സിമ്പതി പ്രകടിപ്പിക്കുന്നുണ്ട്. ജീവിതം എത്ര നശ്വരമാണ് എന്നൊക്കെയാണ് പിന്നീട് അയാൾ പറയുന്നത്. ടെസ്റ്റിമോണി ഓഫ് ദ പോലീസ്മാൻ. അടുത്തതായിട്ട് കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ടെസ്റ്റിമോണിയാണ്. ദ പോലീസ്മാൻ ഷെയർസ് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ മർഡർ. ഈ അന്വേഷണത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം പറയുന്നു. ഹി ഹാസ് അറസ്റ്റഡ് എ നൊട്ടോറിയസ് ക്രിമിനൽ കോൾഡ് തജോമാറു. ഈ കേസിൽ ഒരാളെ അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നൊട്ടോറിയസ് ക്രിമിനൽ, വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിമിനലാണ് തജോമാറു എന്ന പേരിലുള്ള ഒരാളെ അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹി റീകൗണ്ട്സ് ഫൈൻഡിങ് ദ ഹോഴ്സ് ആൻഡ് ദ ബോ ആൻഡ് ആരോ മാച്ചിങ് ദ ഡിസ്ക്രിപ്ഷൻ വിത്ത് ഹിം. അപ്പോൾ ഈ കുതിര, ഒരു കുതിരപ്പുറത്താണ് ഈ വൈഫ് പോകുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റ് പറഞ്ഞിരുന്നു. ആ കുതിരയോട് കൂടിയിട്ടാണ് ഈ തജോമാറുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ കുതിരപ്പുറത്തുനിന്ന് വീണ് കിടക്കുകയെന്നാണ് പറയുന്നത്. കൂടാതെ ഈ അമ്പും വില്ലും ഈ സാമുറായുടെ അടുത്തുണ്ടായിരുന്നു എന്ന് പറയുന്നതും ഈ തജോമാറുവിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ രീതിയിലുള്ള തെളിവുകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഹി സജസ്റ്റ് എവിഡൻസ് പ്രൂവ്സ് തജോമാറു ഈസ് ദ കൾപിറ്റ് ആൻഡ് റിക്വസ്റ്റ് കമ്മീഷണർ ടു ലുക്ക് ഫോർ ദ മിസ്സിംഗ് വൈഫ്. അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തജോമാറു തന്നെയായിരിക്കും ഈ കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇയാൾ വളരെ നൊട്ടോറിയസ് ആണ്, കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിമിനലാണ്. സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു ക്രിമിനൽ എന്ന നിലയ്ക്ക് ഈ കൊല്ലപ്പെട്ട ആളുടെ വൈഫ് ഇപ്പോൾ മിസ്സിംഗ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് അന്വേഷിക്കണം എന്നുകൂടിയാണ് ഈ പോലീസുകാരൻ പറയുന്നത്. ടെസ്റ്റിമോണി ഓഫ് ദി ഓൾഡ് വുമൺ. ഇനി പ്രായമായൊരു സ്ത്രീക്ക് പറയാനുള്ളത്. ദി ഓൾഡ് വുമൺ ഐഡൻറ്റിഫൈസ് ദ വിക്ടിം ആസ് ഹെർ സൺ ഇൻ ലോ. ഈ മൃതദേഹം നോക്കിക്കൊണ്ട് അത് അവരുടെ മരുമകനാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. ഷീ റിവീൽസ് ഹിസ് നെയിം ആസ് തക്കേഹിറോ ആൻഡ് സെയ്സ് ദാറ്റ് ഹി കുഡിൻ പോസിബിളി പ്രൊവോക്ക് എനിവൺ. അപ്പോൾ ഇത് തൻ്റെ മരുമകനാണെന്നും തക്കേഹിറോ എന്നാണ് അയാളുടെ പേര് എന്നുള്ള കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. മാത്രമല്ല അയാൾ അങ്ങനെ ആരുമായിട്ടും വഴക്കിന് പോകുന്നൊരു സ്വഭാവക്കാരനൊന്നുമല്ല എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഷീ അക്സെപ്റ്റ് ദ ലോസ് ഓഫ് ഹെർ സൺ ഇൻ ലോ ആൻഡ് വറീസ് അബൌട്ട് ഹെർ ഡോട്ടർ മസാഗോ. അപ്പോൾ മരുമകൻ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തോട് അവർ പൊരുത്തപ്പെടുകയാണ്. അവരുടെ മകള് മസാഗോ, അവരെ ഇപ്പോഴും കാണാനില്ല.
അവരെ കുറിച്ചിട്ടാണ് ഇവരിങ്ങനെ വേദനിക്കുന്നതും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഷി കേഴ്സസ് ദ ബണ്ടിറ്റ് ആൻഡ് ഹെർ വേർഡ്സ് ഡ്രോൺ ഇൻ ടീയേഴ്സ്. സ്വാഭാവികമായിട്ടും ഈ ബണ്ടിറ്റിനെ, ഈ കൊള്ളക്കാരനെ അല്ലെങ്കിൽ കൊലയാളിയെ അവരിങ്ങനെ ശപിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ മകളെ കാണാനില്ല, അവരുടെ മരുമകൻ മരിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള വേദനയിലൊക്കെയാണ് അവരുള്ളത്. അവരിങ്ങനെ പിന്നീട് സംസാരം തുടരാനാവാതെ കരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കൺഫെഷൻ ഓഫ് എ വുമൺ അറ്റ് ഷിൻസു ടെമ്പിൾ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയുടെ കൺഫെഷനാണ്, കുമ്പസാരമാണ്, ഒരു അമ്പലത്തിൽ വെച്ചിട്ട്. നമ്മൾ പള്ളിയിലേക്ക് കുമ്പസരിക്കുക എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈ കഥയിൽ കാണാതായിട്ടുള്ള സ്ത്രീ എന്നുള്ള കാര്യം നമുക്ക് അവരുടെ കൺഫെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദ വുമൺ ഹു വാസ് ദ സാമുറായ്സ് വൈഫ് റിവീൽസ് ഹെർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അവർ ഈ കഥയുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഷീ സേസ് ഷീ വാസ് ഫോഴ്സ്ഡ് ബൈ ദ ബണ്ടിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഹസ്ബൻഡ് ഹു വാസ് ടൈഡ് അപ്പ് ടു എ ട്രീ. അപ്പോൾ അവർ പറയുന്നത് ഈ ബണ്ടിറ്റ്, ഈ കൊള്ളക്കാരൻ ഇവരെ ആക്രമിച്ചു, ഈ സ്ത്രീയെ ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇവരുടെ ഹസ്ബൻഡിനെ ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഷീ ട്രൈ ടു റൺ ടുവേർഡ്സ് ഹെർ ഹസ്ബൻഡ് ബട്ട് ദ ബണ്ടിറ്റ് നോക്ക്ഡ് ഹെർ ഡൗൺ. ഇവർ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാനൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ ഈ കൊള്ളക്കാരൻ അവരെ അടിച്ചു വീഴ്ത്തിയെന്നാണ് അവർ പറയുന്നത്. ഷീ സേസ് ദർ വാസ് ലോത്തിങ് ഇൻ ഹെർ ഹസ്ബൻഡ്സ് ഐസ് ഹു കുഡൻ സ്പീക്ക് ബിക്കോസ് ഹി വാസ് ഗാഗ്ഡ് വിത്ത് ബാംബൂ ലീവ്സ്. ഇനി ഇവിടെ ഹസ്ബൻഡിനാണെങ്കിൽ കെട്ടിയിട്ടിട്ട് ഇയാളുടെ വായിലൊക്കെ ഈ മുളയുടെ ഇലയൊക്കെ കുത്തി തിരികെ വെച്ചിരിക്കുകയാണ്. അയാൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഹസ്ബൻഡിന് സംസാരിക്കാൻ സാധിക്കില്ലെങ്കിലും അയാളുടെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു വെറുപ്പോടും അറപ്പോടും കൂടിയിട്ടാണ് ഹസ്ബൻഡ് തന്നെ നോക്കിയിരുന്നത് എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ പറയുന്നത്. ഷീ സെഡ് ദേ കുഡൻ ലിവ് ടുഗദർ ആഫ്റ്റർ ദ ഷെയിം ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ബോത്ത് കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ഈ ബണ്ടിറ്റ്, കൊള്ളക്കാരൻ അവിടുന്ന് പോയതിന് ശേഷം ഈ ഹസ്ബൻഡിൻ്റെ ഈ രീതിയിലുള്ള നോട്ടമാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഈ ഒരു നാണക്കേട് കൊണ്ട് നമുക്കിനി ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും മരിക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഷീ കിൽഡ് ഹിം വിത്ത് എ സോഡ് ബട്ട് കുഡൻറ്റ് കിൽ ഹെർസെൽഫ് നോ മാറ്റർ ഹൗ ഷീ ട്രൈഡ്. അങ്ങനെ ഈ ഹസ്ബൻഡിനെ ഇവർ ഈ വാളെടുത്തുകൊണ്ട് വധിക്കുന്നു. എന്നിട്ട് ഇവർ സ്വയം മരിക്കാൻ നോക്കുന്ന സമയത്ത് ഇവർക്കതിന് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. She tried stabbing her throat and jumping off the cliff, but is unable to kill herself and contemplates living with guilt. ഇനി ഇവർ കഴുത്തിൽ കത്തി കുത്തിയിറക്കാൻ നോക്കി, അതുപോലെ തന്നെ വെള്ളത്തിൽ ചാടാനും ഈ മലയുടെ മുകളിൽ നിന്ന് നിലത്തേക്ക് ചാടാനൊക്കെ ഇവർ ശ്രമിച്ചു നോക്കി. പക്ഷേ എന്തു തന്നെ ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് മരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു നാണക്കേട് കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ അവസ്ഥ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ടെസ്റ്റിമോണി ഓഫ് ദ ഡെഡ് സാമുറായ്. അടുത്തത് മരിച്ചുപോയ സാമുറായിക്ക് തന്നെ പറയാനുള്ള കാര്യങ്ങളാണ്. ത്രൂ എ മീഡിയം ദ സാമുറായ് സ്പീക്സ് ഫ്രം ബിയോണ്ട് ദ ഗ്രേവ്. ഒരു മീഡിയത്തിലൂടെ, അതായത് ഈ ആത്മാക്കളുടെ സംസാരങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്ന പോലെ അത്തരമൊരു സംവിധാനത്തിലൂടെ ഈ സാമുറായ് അയാൾക്ക് പറയാനുള്ളത് പറയുകയാണ്. He says that the bandit started to comfort her with words and offered to marry her after violating her. അപ്പോൾ ഇയാൾ പറയുന്നത് ഈ കൊള്ളക്കാരൻ ഇയാളുടെ വൈഫിനെ ആക്രമിച്ചതിന് ശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി, അവളെ ആശ്വസിപ്പിക്കാനും അവളെ വിവാഹം കഴിക്കാം എന്നുള്ള കാര്യമൊക്കെയാണ് കൊള്ളക്കാരൻ പറയുന്നുണ്ടായിരുന്നാണ് ഇയാൾ പറയുന്നത്. അതായത് ഇനി ഈ ഹസ്ബൻഡിൻ്റെ കൂടെ ഈ സംഭവത്തിന് ശേഷം ജീവിക്കുന്നത് എളുപ്പമായിരിക്കില്ല, അതുകൊണ്ട് ഈ കൊള്ളക്കാരൻ അവളെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഡിസ്പൈറ്റ് ഹിസ് സിഗ്നൽസ് ടു നോട്ട് ട്രസ്റ്റ് ബണ്ടിറ്റ് ദ വൈഫ് അപ്പിയർ ടു ട്രസ്റ്റ് ഹിം. അപ്പോൾ ഈ സാമുറായി ആണെങ്കിൽ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്, അയാളുടെ വായൊക്കെ മൂടി കെട്ടിയിരിക്കുകയാണ്, അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഇയാളുടെ ആക്ഷൻസിലൂടെ അയാൾ വൈഫിൻ്റെ അടുത്ത് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ കൊള്ളക്കാരൻ പറയുന്നത് വിശ്വസിക്കരുതെന്ന്. പക്ഷേ ഈ വൈഫ് ആ കൊള്ളക്കാരനെ വിശ്വസിക്കുന്നതായിട്ടാണ് ഇയാൾ കാണുന്നത്. ഷീ ടുക്ക് ദ ബണ്ടിറ്റ്സ് ആം ആൻഡ് ആസ്ക്ഡ് ദ ബണ്ടിറ്റ് ടു കിൽ ഹെർ ഹസ്ബൻഡ് ആസ് ദേ വാക്ക്ഡ്. എന്നിട്ട് ഈ വൈഫ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ വരാമെന്നൊക്കെ കൊള്ളക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൊള്ളക്കാരൻ്റെ കൂടെ വൈഫ് ഇറങ്ങി പോവാന്നാണ് ഈ സാമുറായി പറയുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ വൈഫാണ് പറയുന്നത് ഈ സാമുറായിനെ കൊല്ലണമെന്ന്. കാരണം അവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേറൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈഫാണ് ബണ്ടിറ്റിൻ്റെ അടുത്ത് ഇയാളെ കൊല്ലാൻ പറഞ്ഞതെന്നാണ് ഇയാൾ പറയുന്നത്. Then, but that made even the bandit despise her and he knocked her down. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഈ കൊള്ളക്കാരന് പോലും ഈ വൈഫിൻ്റെ അടുത്ത് ഒരു വെറുപ്പ് തോന്നിയെന്നാണ് ഇയാൾ പറയുന്നത്. എന്നിട്ട് അവളെ അടിച്ചു വീഴ്ത്തിയതിന് ശേഷം ഈ കൊള്ളക്കാരൻ ഇയാളുടെ അടുത്തേക്ക് വരികയാണ്. The bandit freed him to leave him to his fate and he ended up committing suicide.
അങ്ങനെ ഈ കൊള്ളക്കാരൻ വന്നിട്ട് ഈ സംഭവത്തിന് ശേഷം ഇയാളെ കെട്ടഴിച്ച് വിട്ടിട്ട് ഈ നിങ്ങളുടെ ഭാര്യ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ, ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇയാൾ ഈ ഒരു അപമാനം കാരണം കൊണ്ട് ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു, സ്വയം വാളെടുത്ത് കുത്തി മരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ സാമുറായി പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് വരുന്നത് ടെസ്റ്റിമോണി ഓഫ് ദ ബണ്ടിറ്റ്. ഈ കൊള്ളക്കാരൻ്റെ കുറ്റസമ്മതമാണ് അടുത്തതായിട്ട് വരുന്നത്. ദ ബണ്ടിറ്റ് കൺഫസസ് ടു ദ ക്രൈം ബട്ട് സ്പീക്സ് പ്രൗഡ്ലി. കൊള്ളക്കാരൻ ഈ തെറ്റ് അയാൾ ചെയ്താന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ഒരു അഭിമാനത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. സജസ്റ്റിംഗ് ദ അതോറിറ്റീസ് ഓൾസോ കിൽ പീപ്പിൾ. ആദ്യം അയാൾ പറയുന്നത് ഈ കൊല്ലുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാൻ മാത്രമല്ല ഈ അതോറിറ്റീസിൻ്റെ ആളുകളും വധിക്കുന്നില്ലേ, നേരിട്ടും അല്ലാതെയും ഭരണകൂടവും ആളുകളെ വധിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ തുടങ്ങുന്നത്. He says that killing the man was not his initial plan as he only wanted to abduct the wife. അപ്പോൾ ഇയാൾ പറയുന്നത് ഈ സാമുറായിനെ കൊല്ലണം എന്നുള്ളൊരു കാര്യം ഇയാൾ ആദ്യം വിചാരിച്ചിരുന്നില്ല, അയാളുടെ വൈഫിനെ തട്ടിക്കൊണ്ടുപോകണം എന്നാണ് ഇയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. He tricked them into following into the grove, telling them there was treasure buried. അപ്പോൾ ഇവരെ ഇയാൾ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ട്, അത് എടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ആർത്തി കാരണം കൊണ്ടാണ് അവർ കൂടെ വന്നത് എന്നുള്ള രീതിയിൽ ഇയാൾ പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഇയാൾ മാത്രമല്ല കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്കാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. As he was trying to run away after the incident, the wife pleaded that one of the men must die to relieve her shame. അപ്പോൾ ഇയാളുടെ ഒരു വേർഷനിൽ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഇയാൾ അവിടെ നിന്ന് പോവുമായിരുന്നു. ആ സമയത്ത് ഈ സാമുറായുടെ വൈഫാണ് പറയുന്നത് ഈ നിങ്ങൾ 2 പേരിൽ ഒരാൾ മരിക്കണമെന്ന്, അതായത് 2 പുരുഷന്മാർ ഇനി ജീവിച്ചിരിക്കരുത്, അവർക്ക് ആ അപമാനം താങ്ങാൻ സാധിക്കില്ല, അതിൽ ഒരാൾ മരിക്കണം എന്നാണ് ഈ വൈഫ് പറയുന്നതെന്നാണ് അവർ പറയുന്നത്. ഷീ സെഡ് ഷീ വുഡ് മാരി ഹൂവർ സർവൈവ്ഡ്. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ ആരാണോ സർവൈവ് ചെയ്യുന്നത്, ആരാണോ ജീവിക്കുന്നത്, അയാളെ ഞാൻ മാരി ചെയ്യും എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ദ ബണ്ടിറ്റ് സെയ്സ് ഹി ഡിഡിൻറ്റ് കിൽ ദ മാൻ അൺഫെയർലി, ഹി ഫ്രീഡ് ഹിം ആൻഡ് ഓൺലി കിൽഡ് ഹിം ഇൻ എ ഡുവൽ. അപ്പോൾ ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ഈ സമയത്തോടെ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബണ്ടിറ്റ് പറയുന്നത്, കൊള്ളക്കാരൻ പറയുന്നത്, ഞാനങ്ങനെ ആ കെട്ടിയിട്ടിട്ടുള്ള ആളെ പോയിട്ട് കൊല്ലുന്നല്ല ചെയ്തത്, ഞാൻ അയാളുടെ കെട്ടഴിച്ചു വിട്ടിട്ട് ഞങ്ങൾ നേർക്ക് നേർ ഈ ഒരു വാൾപ്പയറ്റ് നടത്തിയിട്ട് അതിലാണ് ഞാൻ അയാളെ കൊന്നെന്നാണ് ഈ കൊള്ളക്കാരൻ പറയുന്നത്. ബട്ട് ബൈ ദാറ്റ് ടൈം ദ വൈഫ് വാസ് ഗോൺ. പക്ഷേ ഈ വാൾപ്പയറ്റ് കഴിഞ്ഞിട്ട് ഈ സാമുറായിനെ വധിച്ചതിന് ശേഷം ഈ വൈഫിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും ആ സ്ത്രീ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നാണ് കൊള്ളക്കാരൻ പറയുന്നത്. ഹി സ്പോക്ക് സോ പ്രൗഡ്ലി ആൻഡ് ഈവൻ ആസ്ക്ഡ് ഫോർ ദ മാക്സിമം പെനൽറ്റി. അങ്ങനെ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് കൊള്ളക്കാരൻ സംസാരിക്കുന്നത്. എന്നിട്ട് തനിക്ക് പരമാവധി ശിക്ഷ തന്നോളൂ എന്നൊക്കെയാണ് ഈ കൊള്ളക്കാരൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ഒരു സംഭവത്തെ പല ആളുകൾ അവരവരുടെ പെർസ്പെക്റ്റീവിലൂടെ പറയുന്നതായിട്ടുള്ള രീതിയാണ്. സത്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള തീമൊക്കെയാണ് ഈ കഥയിൽ വരുന്നത്. മാത്രമല്ല ഓരോ ക്യാരക്ടേഴ്സും അവരവരെ നല്ല രീതിയിലാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് ആ കഥ പറയുന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ ഫൗണ്ട് ദ ബോഡി ഓഫ് തക്കേഹിറോ? What observation does he make to the magistrate about the corpse and the surroundings from where it was found? ഇനി ആരാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ അവിടെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? ദ ബോഡി ഓഫ് തക്കേഹിറോ വാസ് ഫൗണ്ട് ബൈ എ വുഡ് കട്ടർ. ഒരു മരം വെട്ടുകാരനാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഹി ഒബ്സർവ് ദാറ്റ് ദ ബോഡി ഹാഡ് ബീൻ കട്ട് ബൈ എ സോഡ് ആൻഡ് ദർ വർ സൈൻസ് ഓഫ് എ സ്ട്രഗിൾ. ഈ മൃതദേഹം ഒരു വാള് കൊണ്ട് വെട്ടിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഇയാൾ കാണുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട്, ഈ പുല്ലൊക്കെ ഇങ്ങനെ ചവിട്ടി അരഞ്ഞിട്ടുള്ള രീതിയിലാണ്, ബ്ലഡൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ കാണുന്നത്. ഹി ഓൾസോ സോ എ റോപ്പ് ആൻഡ് കോം നിയർ ബൈ. ഒരു കയറും അതുപോലെ തന്നെ ഒരു ചീപ്പും ഇയാൾ അതിൻ്റെ കൂടെ അവിടെ കാണുന്നുണ്ടായിരുന്നു. ഹൗ ഡസ് ദ ട്രാവലിംഗ് പ്രീസ്റ്റ് ഡിസ്ക്രൈബ് ദ മേർഡേർഡ് മാൻ ആൻഡ് ദ മിസ്സിംഗ് വുമൺ? ഇനി അതിൽ പോകുന്നുണ്ടായിരുന്ന ഒരു പ്രീസ്റ്റ്, പുരോഹിതൻ, എങ്ങനെയാണ് ഇവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? The traveling priest describes the murdered man as noble looking, armed with a sword along with a bow and arrow. ഒരു മാന്യനായിട്ടുള്ള ആളെന്ന രീതിയിലാണ് സാമുറായെ കാണപ്പെടുന്നത്. അയാളുടെ കയ്യിൽ വാളും അതുപോലെ തന്നെ അമ്പും വില്ലൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം ഈ പ്രീസ്റ്റ് പറയുന്നുണ്ട്. The missing woman was riding a horse with her face covered by a scarf. ഇനി ഈ സ്ത്രീ ആണെങ്കിൽ കുതിരപ്പുറത്താണ് ഉണ്ടായിരുന്നത്. അവരുടെ മുഖം ഒരു സ്കാർഫ് കൊണ്ട് മറച്ചിരിക്കുന്നതാണ് ഈ പ്രീസ്റ്റ് പറയുന്നത്. What does a policeman say about Tajomuru's treatment of women? ഇനി ഈ കൊള്ളക്കാരൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ചിട്ട് എന്താണ് ഈ പോലീസുകാരൻ പറയുന്നത്? The policeman mentions that
Tajomoro has a history of mistreating and attacking women, indicating a pattern of behavior that aligns with the crime he is accused of. പോലീസുകാരൻ പറയുന്നത് ഈ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ ഈ കൊള്ളക്കാരനുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിലും ഇയാൾ തന്നെയായിരിക്കും കുറ്റക്കാരനാവാൻ സാധ്യത എന്നുള്ള രീതിയിലാണ് പോലീസുകാരൻ പറയുന്നത്. വാട്ട് റീസൺ ഡസ് തജോമാറു ഗിവ് ഫോർ കില്ലിംഗ് തക്കേഹിറോ? ഹൗ ഡസ് ഹി കിൽ ഹിം? ഇനി ഈ കൊള്ളക്കാരൻ ഈ സാമുറായിനെ കൊല്ലുന്നതിന് എന്താണ് കാരണമെന്ന് പറയുന്നത്, എങ്ങനെയാണ് അയാൾ കൊല്ലുന്നത്? തജോമാറു ക്ലെയിംസ് ഹി കിൽഡ് തക്കേഹിറോ ടു മാരി ദ വുമൺ ബെർ റിക്വസ്റ്റ്. അപ്പോൾ ഇയാൾ പറയുന്നത് ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ സാമുറായിനെ കൊല്ലുന്നത്. ആ സ്ത്രീ തന്നെയാണ് അത് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുക എന്നുള്ളത് ആ സ്ത്രീ തന്നെ പറഞ്ഞതെന്നാണ് ഇയാൾ പറയുന്നത്. ഹി കിൽഡ് ഹിം വിത്ത് എ സോഡ് ഇൻ എ ഡുവൽ. മാത്രമല്ല ഒരു വാൾപ്പയറ്റിൽ നേർക്കുനേരുള്ള പോരാട്ടത്തിലാണ്, അല്ലാതെ അയാളെ ചതിച്ചുകൊണ്ടൊന്നുമല്ല കൊന്നത്, കെട്ടിയിട്ടിട്ടൊന്നുമല്ല കൊന്നത് എന്നുള്ള രീതിയിലാണ് ഈ കൊള്ളക്കാരൻ പറയുന്നത്. Why does a woman say that Kanchion, the bodhisattva of compassion, had abandoned her? ഇനി കാൻസൂൺ അല്ലെങ്കിൽ ഈ ബുദ്ധിസ്റ്റ് കൺസെപ്റ്റിൽ ദയയുടെ ദൈവം തന്നെ അവഗണിച്ചിരിക്കുന്നു, തന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഈ സ്ത്രീ പറയാനുള്ള കാരണം എന്താണ്? The woman says Kanchion, the bodhisattva of compassion, had abandoned her because she could not find a way to end her suffering through suicide, highlighting her sense of despair and isolation. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം എനിക്ക് മരിക്കാൻ പോലും കഴിയുന്നില്ല, അങ്ങനെയെങ്കിലും ഈ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദയയുടെ ദൈവങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ സ്ത്രീ പറയുന്നത്. വാട്ട് were the hateful words uttered by his wife according to Takehiro? How did the bandit react to those words? ഇനി തക്കേഹിറോ ഈ സാമുറായിയുടെ അഭിപ്രായത്തിൽ ഇയാളുടെ വൈഫ് പറഞ്ഞ വെറുപ്പുളവാക്കുന്ന വാക്കുകൾ എന്തെല്ലാമായിരുന്നു? ഈ കൊള്ളക്കാരൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? തക്കേഹിറോസ് വൈഫ് ആസ്ക്ഡ് ദ ബണ്ടിറ്റ് ടു കിൽ ഹെർ ഹസ്ബൻഡ് ആസ് ഷീ വുഡൻറ്റ് ബി ഏബിൾ ടു മാരി അനദർ മാൻ ആസ് ലോങ് ആസ് ഹി ലിവ്ഡ്. അപ്പോൾ ഇയാൾ പറയുന്നത് ഈ കൊള്ളക്കാരനോട് ഇയാളെ വധിക്കാൻ പറഞ്ഞത് ഇയാളുടെ വൈഫ് തന്നെയാണ്. കാരണം ഇയാൾ മരിച്ചാൽ മാത്രമാണ് ഇവൾക്ക് ഈ കൊള്ളക്കാരനെ വിവാഹം കഴിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവൾ പറഞ്ഞത്. അതാണ് ഈ വെറുപ്പുളവാക്കുന്ന വാക്കുകൾ എന്ന് ഇയാൾ പറയുന്നത്. ദ ബണ്ടിറ്റ് റിയാക്റ്റഡ് ബൈ നോക്കിംഗ് ഹെർ ഡൗൺ. പക്ഷേ ഈ കൊള്ളക്കാരൻ ഇത് കേട്ടിട്ട് ഇവളോട് വെറുപ്പ് തോന്നിയിട്ട് ഇവളെ അടിച്ചു വീഴ്ത്തി എന്നാണ് ഇയാൾ പറയുന്നത്. വാട്ട് ഈസ് ദ വേർഷൻ ഓഫ് ദ മേർഡേർഡ് മാൻ അബൌട്ട് ഹിസ് ഡെത്ത് ആസ് ടോൾഡ് ത്രൂ ദ മീഡിയം? ഇനി ഈ കൊല ചെയ്യപ്പെട്ട ആള് അയാളുടെ മരണത്തെ കുറിച്ചിട്ട് എന്താണ് ഈ മീഡിയത്തിലൂടെ പറയുന്നത്? ദ മേർഡേർഡ് മാൻസ് വേർഷൻ ആസ് ടോൾഡ് ത്രൂ ദ മീഡിയം ഈസ് ദാറ്റ് ദ ബണ്ടിറ്റ് സെഡ്യൂസ്ഡ് ഹിസ് വൈഫ് വിത്ത് ഫോൾസ് പ്രോമിസസ്. അപ്പോൾ ഇയാൾ പറയുന്നത് ഈ കൊള്ളക്കാരൻ ഇയാളുടെ വൈഫിനെ സെഡ്യൂസ് ചെയ്തു, അതായത് പറഞ്ഞ് മോഹിപ്പിച്ച് അവളെ വിവാഹം കഴിക്കാം എന്ന് പറയാനുണ്ടായിട്ടുള്ളത്. ബട്ട് വെൻ ഷീ ആസ്ക്ഡ് ദ ബണ്ടിറ്റ് ടു കിൽ ഹിം, ദ ബണ്ടിറ്റ് ഇൻസ്റ്റെഡ് ഫ്രീഡ് ഹിം, ലീവിങ് ഹിം വിത്ത് ഷെയിം. പക്ഷേ ഈ വൈഫ് പറയുന്നത് ഈ സാമുറായിനെ കൊല്ലണം, എന്നാൽ മാത്രമേ വേറൊരാളെ വിവാഹം കഴിക്കുള്ളൂ എന്ന രീതിയിൽ ഈ കൊള്ളക്കാരനോട് തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വൈഫ് ആവശ്യപ്പെട്ടു എന്നാണ് ഇയാൾ പറയുന്നത്. ദ ബണ്ടിറ്റ് ഇൻസ്റ്റെഡ് ഫ്രീഡ് ഹിം. പക്ഷേ ബണ്ടിറ്റ് ഇയാളെ കൊല്ലാതെ ഇയാളെ കെട്ടഴിച്ച് വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇയാൾക്ക് സ്വാഭാവികമായിട്ടും വളരെയധികം അപമാനമാണ് തോന്നുന്നത്. ദ മേർഡേർഡ് മാൻ സേസ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് ദ ഷെയിം. അപ്പോൾ ആ ഒരു അപമാനം കാരണം കൊണ്ട് തന്നെ ആരും കൊല്ലില്ല, ഞാൻ ആത്മഹത്യയാണ് ഉണ്ടായെന്നാണ് അയാൾ പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ദ യൂസ് ഓഫ് ഡ്രാമാറ്റിക് മോണോലോഗ് ഫോം ഇൻ എ ഗ്രോവ്. ഈ കഥയിൽ ഡ്രാമാറ്റിക് മോണോലോഗിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈച്ച് ക്യാരക്ടർ പ്രൊവൈഡ്സ് എ ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇവൻറ്റ്സ് അലോവിങ് റീഡേഴ്സ് ടു പീസ് ടുഗദർ ദ ട്രൂത്ത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം ഈ സ്റ്റോറിയിൽ പറയുന്നില്ല. ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ വേർഷനാണ്, അവരവരുടെ രീതിയിൽ എന്താണ് നടന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വായനക്കാർ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. ദിസ് ഫോം ആഡ്സ് ഡെപ്ത് ടു ദ നെറേറ്റീവ് ബൈ റിവീലിംഗ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ട്രൂത്ത്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് വായനക്കാർ സത്യം മനസ്സിലാക്കിയെടുക്കണം. ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് മിസ്റ്ററി ആൻഡ് അൺസർട്ടനിറ്റി ആസ് എ റീഡർ മസ്റ്റ് ഇൻ്റർപ്രറ്റ് ദ കൺഫ്ലിക്റ്റിംഗ് ടെസ്റ്റിമണീസ്. ഇനി ഇതിലൊരു മിസ്റ്ററി അവിടെ അവശേഷിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് വരുന്നത്. കാരണം ഓരോ ടെസ്റ്റിമോണിയും കൺഫ്ലിക്റ്റിംഗ് ആണ്, ഒന്നും മാച്ചായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്തുണ്ടായി എന്നുള്ളൊരു മിസ്റ്ററി അവിടെ അവശേഷിപ്പിക്കാൻ ഈ രീതിയിലുള്ള ഒരു നരേറ്റീവിന് സാധിക്കുന്നുണ്ട്.
ദ കോൺട്രഡിക്ടറി വേർഷൻസ് അബൌട്ട് ദ മർഡർ ഓഫ് തക്കേഹിറോ. ഇനി ഈ മർഡറിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വേർഷൻസ് ആണ്. വേരിയസ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ വുഡ് കട്ടർ, ദ പ്രീസ്റ്റ്, ദ പോലീസ്മാൻ, ദ വുമൺ, ദ ബണ്ടിറ്റ് ആൻഡ് ഈവൻ ദ സ്പിരിറ്റ് ഓഫ് തക്കേഹിറോ ഓഫർ കൺഫ്ലിക്റ്റിംഗ് വേർഷൻസ് ഓഫ് ദ മർഡർ. ഓരോ ക്യാരക്ടേഴ്സും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് ആ മർഡറിനെ കുറിച്ചിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ട് ആ പോയിന്റുകൾ, അത് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. These contradictions highlight the subjective nature of truth and memory. അപ്പോൾ ആളുകളുടെ ഓർമ്മ, അതുപോലെ തന്നെ സത്യം തുടങ്ങിയ കാര്യങ്ങളുടെ സബ്ജക്റ്റീവ് നേച്ചർ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. The conflicting accounts leave the truth of the murder ambiguous, challenging the reader to consider the complexity of human perception and truth. അപ്പോൾ മനുഷ്യർക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും സത്യം അറിയാൻ കഴിയുമെന്നുള്ള സങ്കീർണതകളെ കുറിച്ചിട്ടാണ് ഈ കഥയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ ക്യാരക്ടേഴ്സും പറയുന്ന പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് സമ്മറിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്തത് പോർട്രയൽ ഓഫ് വുമൺ ഇൻ എ ഗ്രോവ്. ഈ കഥയിൽ സ്ത്രീകളെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. The woman is portrayed as a victim of circumstances caught between the desires and actions of the men around her. ഒരു വിക്ടിം എന്നുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള മെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസിൻ്റെ വിക്ടിമായിട്ടാണ് അവർ വരുന്നത്. However, both Tajomaru and Takehiro portray her as having agency in the events. ഇനി ഈ കൊള്ളക്കാരൻ്റെയും ഈ കൊല്ലപ്പെട്ടിട്ടുള്ള സാമുറായിയുടെയും കഥയിൽ ഈ സ്ത്രീ കുറ്റക്കാരിയാവുന്ന രീതിയിലാണ് ഈ സംഭവത്തെ അവർ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് സൊസൈറ്റി ഈ നടക്കുന്ന സംഭവങ്ങളിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ വായിച്ചെടുക്കാവുന്നതാണ്. The story reflects the societal constraints and expectations placed on women, particularly regarding honor and marriage. മറ്റൊന്ന്, വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഓണർ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളും എത്രമാത്രം വലിയ ഭാരമാണ് സ്ത്രീകളുടെ മേൽ അടിച്ചു ഏൽപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണമായിട്ടുകൂടി നമുക്ക് ഈ സ്റ്റോറി കാണാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇൻ എ ഗ്രോവ് ബ്രിങ്സ് ഔട്ട് ദ പാർഷ്യൽ സെൽഫ് സീക്കിംഗ് ആൻഡ് കോൺട്രഡിക്ടറി നേച്ചർ ഓഫ് ട്രൂത്ത്. സത്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ളതാണെന്നുള്ള പൂർണ്ണമല്ലാത്ത ഒന്നാണ് എന്നുള്ള ഒരു സങ്കല്പം ഈ കഥയിൽ എങ്ങനെയാണ് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഈച്ച് ക്യാരക്ടർ പ്രസൻസ് ദെയർ ഓൺ വേർഷൻ ഓഫ് ഇവൻറ്റ്സ് വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ പെർസ്പെക്റ്റീവ്, മോട്ടിവേഷൻസ് ആൻഡ് ബയാസസ്. ഓരോ ക്യാരക്ടറും അവരവരുടെ രീതിയിലാണ് ഈ കഥ പറയുന്നത്, ഈ സംഭവങ്ങളെ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ വീക്ഷണം അവരെ നല്ലതാക്കി കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ഈ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നത്. The woodcutter, the priest, the policeman, the woman and the bandit all provide conflicting testimonies revealing the subjective nature of truth. ഇനി ഇതിൽ ഓരോരുത്തരും എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ സമ്മറിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആ രീതിയിൽ ഓരോരുത്തരും ഈ കൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. Each character presents a self-serving narrative that portrays them in a positive light and deflects blame. മറ്റൊരു കാര്യമുള്ളത്, ഓരോരുത്തരുടെ വേർഷനിലും അവരവരെ നല്ലതാക്കിയിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ ഈ കൊള്ളക്കാരൻ്റേത് ഉൾപ്പെടെ അയാൾ പറയുന്നത് ഈ സാമുറായിനെ, കെട്ടിയിടപ്പെട്ടിട്ടുള്ള സാമുറായിനെ ഞാൻ അങ്ങനെ കൊല്ലല്ലേ ചെയ്തത്, കെട്ടഴിച്ചതിന് ശേഷം ഒരു വാൾപ്പയറ്റിലാണ് കൊന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഈ ഇവൻറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നതിൽ അവരവരെ നല്ലതാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. The contradictory account suggests that truth is often shaped by personal agendas and desires rather than objective facts. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് വരുന്നതാണ്, അതല്ലാതെ കൃത്യമായിട്ടുള്ളൊരു സത്യം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓണർ ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഇൻ എ ഗ്രോവ്. ഈ കഥയിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻ്റെ മോട്ടിവേഷനായിട്ട് ഓണർ എന്നുള്ളത് എങ്ങനെയാണ് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓണർ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ സ്റ്റോറി, ഡ്രൈവിംഗ് ദി ആക്ഷൻസ് ഓഫ് സെവറൽ ക്യാരക്ടേഴ്സ്. ഇതിലെ പല കഥാപാത്രങ്ങളുടെയും പ്രവൃത്തികളെ ഓണർ എന്നല്ലെങ്കിൽ ഇവിടെ അഭിമാനം എന്നുള്ള അല്ലെങ്കിൽ ദുരഭിമാനം എന്നുള്ള ഒരു സങ്കല്പമാണ് മുന്നോട്ട് നയിക്കുന്നത്. The woman's honor is at stake due to the events that unfold, leading to tragic consequences. ഒന്ന്, നമുക്ക് ഈ സ്ത്രീയുടെ അഭിമാനത്തെ കുറിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഈ കഥയുടെ ഇവൻറ്റ്സിൽ കാണാൻ വേണ്ടി സാധിക്കും. Takehiro's obsession with maintaining his samurai honor may lead him to prioritize suicide over seeking help after being tied up.
മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് വരുന്നത് ഈ സാമുറായി പറയുന്നത് എന്നെ ആരും കൊന്നതല്ല, ഞാൻ ആത്മഹത്യ ചെയ്ത എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ സാമുറായിയുടെ കൾച്ചറിനകത്ത് ഒരാളാൽ കൊല്ലപ്പെടുക, പരാജയപ്പെടുക എന്ന് പറയുന്നത് അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ ഇങ്ങനെ പറയുന്നത് എന്നെ ആരും കൊന്നതല്ല, ഞാൻ തന്നെയാണ് സ്വയം ആത്മഹത്യ ചെയ്തെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അയാളുടെ കഥയെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. The bandit's actions are driven by a desire to prove his own honor and worth, leading to a deadly confrontation. ഇനി ഈ കൊള്ളക്കാരൻ്റെ പ്രവൃത്തിയിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഇയാളുടെ വേർഷനിലകത്ത് ഇയാൾ പറയുന്നത് ഞാൻ ഈ കെട്ടിയിടപ്പെട്ടിട്ടുള്ള സാമുറായിനെ അങ്ങനെ കൊല്ലല്ല ചെയ്തത്, ഞാൻ ആ കെട്ടഴിച്ചിട്ടിട്ട് വാൾപ്പയറ്റിലാണ് ഞാൻ അയാളെ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ അയാളും ഇവിടെ ഈ അഭിമാനത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. The story reflects a society where social standing and reputation are highly valued. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ അഭിമാനം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. Characters act in ways they believe will uphold their honor in the eyes of others. ഇവിടെ ഈ നടക്കുന്ന കൊലപാതകമായാലും ആത്മഹത്യയായാലും എന്തു തന്നെ ആയാലും മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനം കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ ക്യാരക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ ഓണർ എന്ന് പറയുന്നതിൽ വലിയൊരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റോറിക്കകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്